നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യം ഒന്ന് കേൾക്കൂ, കേട്ടവർ ഒരു സ്വലാത്ത് കമന്റ് ചെയ്യണം. ഒരാൾ വാതിൽ മുട്ടുമ്പോ എങ്ങനെയാ മുട്ടേണ്ടത്? എല്ലാം മുട്ടും. ഒരു വട്ടം മുട്ടിയിട്ട് രണ്ടാമത് നമ്മുടെ ഉമ്മയുടെ, ഭാര്യന്റെ, ഭർത്താവിന്റെ, മക്കളുടെ, കുടുംബക്കാരന്റെ, ഹാജിയാരുടെ, പള്ളി പ്രസിഡന്റിന്റെ, മുദരിസിന്റെ, സെക്രട്ടറിയുടെ, ആരുടെയെങ്കിലും വാതിൽ രണ്ടാമത് മുട്ടണമെങ്കിൽ ഒന്നാമത്തെ മുട്ടലും രണ്ടാമത്തെ മുട്ടലും തമ്മിൽ കുറച്ച് സമയം ഉണ്ടാവണം, ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ്? 4 റക്അത്ത് നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടേ രണ്ടാമത് മുട്ടാൻ പറ്റും. ഇതാർക്കെങ്കിലും ആ സ്വഭാവം നമുക്കുണ്ടോ അങ്ങനെ? കാരണം ഒന്നാമത് വാതിൽ മുട്ടുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയതായിരിക്കും, അങ്ങനെ നമ്മൾ കരുതണം എന്നാണ്. രണ്ടാമത് മുട്ടാന് ആ സലാം വീട്ടാൻ വരെ സമയം സാവകാശം കൊടുത്തിട്ടാണ് രണ്ടാമത് മുട്ടേണ്ടത്. ഇസ്ലാമിലെ നിയമമാണിത്. സ്വഹാബത്ത് എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽ മുട്ടാറ്? നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ്. നഖം കൊണ്ട്, അല്ല വിരലുകൊണ്ടല്ല, നഖം കൊണ്ട്. മുട്ടീനെന്ന് പറയും വേണം, ആ ശബ്ദം വല്ലാതെ കേട്ട് അസ്വസ്ഥത ഉണ്ടാവാനും പാടില്ല, സോഫ്റ്റ് ആണ്. അപ്പൊ ഡോർ അടക്കുമ്പോ എങ്ങനെയാ ഡോർ അടക്കേണ്ടത്? മെല്ലെ അടക്കണം. അത് കാറിന്റെ ആയാലും റൂമിന്റെ ആയാലും മെല്ലെ അടക്കണം. കയ്യിൽ കൗണ്ടർ മാത്രം ഉണ്ടായാൽ പോരാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് ഷമായിൽ പഠനം. ഷമായിൽ പഠിച്ചു കഴിഞ്ഞാല് നമ്മൾ അടിമുടി ഷെയ്പ്പ് ചെയ്യപ്പെടും. നമ്മളെ നടത്തത്തിൽ ജഗപൊകയൊന്നും ഉണ്ടാവുന്നില്ല. ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും മൂപ്പരുടെ നടത്തത്തിന്റെ ഒന്നും ശബ്ദം ആരും കേൾക്കൂല, ഒരാൾ കേൾക്കൂല. വീട്ടിലേക്ക് എത്തി റൂമിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ആരോ ചോദിച്ച് ആരാ വിളിക്കുന്നത്, മനസ്സിലായില്ല, എന്നെ മനസ്സിലായില്ല. അങ്ങനെയൊന്നല്ല മര്യാദ. വേഗം പേര് പറയും. ഉമ്മ അബ്ദുള്ളയാണ്. ഓക്കെ.